ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സമയത്താണ് ഈ ബുദ്ധൻ്റെ ട്രെൻഡ് വരുന്ന മെറ്റീരിയൽസൊക്കെ ഇറങ്ങിയത്. എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു. ബുദ്ധൻ്റെ പ്രിൻ്റ് വരുന്ന ടോപ്പ്, സാരി, ബ്ലൗസ് അങ്ങനെ. അപ്പോൾ എനിക്കൊരു മോഹം തോന്നി, നമുക്കത് വാങ്ങി എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അന്നത് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കിട്ടാനൊന്നും വലിയ പാടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞാൻ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഈ കാര്യത്തിൽ വലിയ അറിവില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അല്ലല്ല, അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനൊരു ദിവസം അമ്പലത്തിലേക്ക് ഇട്ടിട്ട് പോയേ. അപ്പോൾ അമ്പലത്തിലുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞത്, ഒരു സ്ലീവിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബുദ്ധൻ തലതിരിഞ്ഞാണെന്നുള്ളത്. എൻ്റെ എടാ, അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ നല്ലൊരു അനുഭവം എനിക്ക് കിട്ടി. എന്നാൽ അതിനുശേഷമെങ്കിലും പഠിക്കണ്ടേ? ഇല്ല, ഞാൻ പഠിക്കില്ല. പിന്നെ എനിക്ക് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിലായതുകൊണ്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ഒപ്പിക്കാറുണ്ട് കേട്ടോ. അന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിൻ്റെ ബാക്കിയാണ് ഇത്. എങ്ങനെ പിടിച്ചാലും ഒരു 6-7 വർഷത്തെ പഴക്കമുണ്ടതിന്. വീട്ടിൽ പോയപ്പോൾ ഞാൻ കട്ട് പീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പരതി നോക്കിയതാണ്. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബുക്ക് സ്ലീവ് ചെയ്യാമെന്ന് വിചാരിച്ചു. വായിച്ചാലും ഇല്ലെങ്കിലും ബുക്ക് കയ്യിൽ കൊണ്ട് നടക്കുന്നൊരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ ബുക്കിന് കേടുപാടൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിലും എനിക്കൊരു അബദ്ധം പറ്റി. ഉള്ളിൽ ലൈനിങ് ആയിട്ട് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, അത് ഇതിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ റെഡ് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നിയേ. പിന്നെ ഒരു ഭംഗിക്ക് ഒരു ബട്ടണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ ബുക്ക് സ്ലീവ്.